പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ടൈം ടേബിളാണ് ഇപ്പോൾ നിലവിൽ NOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് വന്നു കഴിയുമ്പോൾ NOSന്റെ സ്റ്റഡി സെൻറ്റർ ഒന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഇരിക്കുന്ന സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ എന്നാണ് അവിടെ നടത്തപ്പെടുന്നത് എന്നുള്ളത് ഈ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് ചെല്ലേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് 2026 ഏപ്രിൽ മാസത്തിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒക്ടോബറിൽ നിങ്ങളുടെ 10ാം ക്ലാസ്സും +2 ഒക്കെ നിങ്ങൾക്ക് LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നിങ്ങൾക്ക് LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. NIOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ, അത് 10ാം ക്ലാസ് ആയിക്കോട്ടെ +2 വിദ്യാർത്ഥികളായിക്കോട്ടെ, നിങ്ങൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ടൈം ടേബിൾ, അതായത് പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ടൈം ടേബിൾ NOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം ടേബിൾ ഒന്ന് വിശകലനം ചെയ്യാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ടൈം ടേബിളാണ് ഇപ്പോൾ നിലവിൽ NOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഡേറ്റ് ഷീറ്റ് പറയുന്ന സമയത്ത് ചില വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ്സേ എന്നാണ് ഹോൾ ടിക്കറ്റ് വരിക എന്നുള്ളത്. ഹോൾ ടിക്കറ്റ് ഇപ്പോൾ നിലവിൽ NOSന്റെ ഭാഗത്തുനിന്ന് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഈ ഒരു ടൈം ടേബിൾ മാത്രമാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റ് വരും. അതോടൊപ്പം തന്നെ നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷയുടെ ഡേറ്റ് ഷീറ്റും ഇനി പബ്ലിഷ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉടനെ തന്നെ, അതായത് ഫെബ്രുവരി ലാസ്റ്റോട് കൂടിയൊക്കെ നമ്മുടെ ഡേറ്റ് ഷീറ്റ്, അതായത് തിയറി പരീക്ഷയുടെ ഡേറ്റ് ഷീറ്റും ഉടനെ തന്നെ NOSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ടൈം ടേബിളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് ആയാലും +2 ആണെങ്കിൽ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഡേറ്റ് മനസ്സിലാക്കേണ്ടതെന്നൊന്ന് പറഞ്ഞു തരാം. അതായത് ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ ഒന്ന് നോക്കുക. അതായത് നമുക്ക് എന്നാണ് പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്? 7, അതായത് മാർച്ച് 17-ാം തീയതി 2026 മാർച്ച് 17-നാണ് പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷകൾ ആരംഭിക്കുന്നത്. അപ്പോൾ മാർച്ച് 17 തൊട്ട് 2026 മാർച്ച് 20 വരെ സീനിയർ സെക്കൻഡറി വിഭാഗത്തിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് +2 വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളുടെ പരീക്ഷകളാണ് നടക്കുന്നത്? ഹോം സയൻസ്, ബയോളജി, ജിയോഗ്രഫി, പെയിൻറ്റിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ് കമ്മ്യൂണിക്കേഷൻ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ദെൻ കൃഷി, പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ് ആൻഡ് മേക്കിംഗ്. ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാമിനേഷനാണ് ഇന്ന് നടക്കുന്നത്. 2026 മാർച്ച് 17 മുതൽ 2026 മാർച്ച് 20 വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുന്നത്. അതേ ഡേറ്റുകളിൽ തന്നെ 10ാം ക്ലാസ്സുകാരാണെങ്കിൽ നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജി, ഹോം സയൻസ്, കർണാട്ടിക് സംഗീത്, ഫോക്ക് ആർട്ട്, ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ ഈ പറഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഡേറ്റുകളിൽ എന്നാണ് കറക്റ്റ് ഒരു ഡേറ്റ് പറയാമോ എന്ന് കുട്ടികൾ ചോദിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ, NOSന്റെ സ്റ്റഡി സെൻറ്റർ ഒന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല, പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ ആ ഹോൾ ടിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന എക്സാം സെൻറ്റർ ഏതാണോ ആ എക്സാം സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ എക്സാമിനേഷൻ എന്നാണ് അവിടെ നടത്തപ്പെടുന്നത് എന്നുള്ളത് ഓരോ വിദ്യാർത്ഥിയും വിളിച്ച് ചോദിക്കേണ്ടതാണ്. സോ അവർ പറയുന്നതിനനുസരിച്ച് വേണം, അല്ലെങ്കിൽ അവർ ഏത് ഡേറ്റ് ആണോ ഈ ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത് ആ ഡേറ്റിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് ചെല്ലേണ്ടത്. അപ്പോൾ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ NIOSന്റെ ID കാർഡ്, പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, അങ്ങനെ എന്തെങ്കിലും ഒരു ID പ്രൂഫ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കുള്ള റെക്കോർഡ് ബുക്കുകൾ അല്ലേ. അപ്പോൾ ഇതെല്ലാമായിട്ട് വേണം നിങ്ങൾ എവിടെ പോകാൻ, ഈ പരീക്ഷ എഴുതാനായിട്ട് പോവേണ്ടത്. ഇനി അടുത്ത ടൈം ടേബിളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 2026 മാർച്ച് 21 മുതൽ 2026 മാർച്ച് 24 വരെയുള്ള ദിവസങ്ങളിൽ അടുത്ത സബ്ജക്റ്റുകളുടെ എക്സാമുകൾ നടക്കുകയാണ്. സീനിയർ സെക്കൻഡറി ആണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, എൻവയോൺമെൻറ്റൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് യോഗ, ദെൻ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ 336,
പിന്നെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, നാട്യകല, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് സീനിയർ സെക്കൻഡറി, അതുപോലെ തന്നെ ഇന്ത്യൻ സൈൻ ലാംഗ്വേജും വരുന്നുണ്ട്. ഇത്രയും സബ്ജക്റ്റുകളുടെ എക്സാമിനേഷനാണ് ഈ മാർച്ച് 21 തൊട്ട് 24 വരെയുള്ള ദിവസങ്ങൾ നടക്കുന്നത്. അതേപോലെ തന്നെ 10ാം ക്ലാസ്സിലേക്ക് വരികയാണ് പെയിൻറ്റിങ്, മാത്സ്, ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഡേറ്റ എൻട്രി ഓപ്പറേഷൻ, നാട്യകല, കോഡ് നമ്പറൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ ഇതൊക്കെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ദിവസം തൊട്ട് ഈ ദിവസം വരെ പരീക്ഷകൾ നടക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഏത് ദിവസമാണ്. ഇപ്പം ഞാനിപ്പം കെമിസ്ട്രി എടുത്തൊരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഫിസിക്സ് എടുത്തിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 21 തൊട്ട് 24 വരെയുള്ള ഡേറ്റുകളിൽ ഏതെങ്കിലും, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റുകൾ ചൂസ് ചെയ്ത് ഞാൻ പോയാൽ മതി എന്നുള്ള ചിന്തയിലായിരിക്കും നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഡേറ്റുകൾ ഏകദേശം ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെ ദിവസം തൊട്ട് ഏതൊക്കെ ദിവസം വരെയാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത്, ഓരോ സബ്ജക്റ്റിൻ്റെ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു പ്രാക്ടിക്കലിൻ്റെ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ അവർ പറയുന്ന ഡേറ്റിൽ പരീക്ഷയ്ക്ക് പോകേണ്ടത് കേട്ടോ. ഇതാരും തെറ്റിച്ച് കളഞ്ഞേക്കല്ല, അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. ഇനി അതേപോലെ തന്നെ മാർച്ച് 25 തൊട്ട് 28 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന സബ്ജക്റ്റുകളുടെ എല്ലാം തന്നെ പ്രാക്ടിക്കൽ എക്സാമുകൾ നടക്കുന്നു. അങ്ങനെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമുകൾ അവസാനിക്കുന്ന എന്നാണ് 2026 ഏപ്രിൽ 1-ാം തീയതി അല്ലേ? ഏപ്രിൽ 1-ാം തീയതി കൂടിയാണ് നമ്മുടെ പരീക്ഷകൾ, പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷകളെല്ലാം തന്നെ അവസാനിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ തിയറി പരീക്ഷകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യമേ ടൈം ടേബിൾ ഒന്ന് വിശകലനം ചെയ്യുക. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ എക്സാമുകൾ ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് നടത്തപ്പെടുന്നത് എന്നുള്ളത് മാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. വേറെ ഒന്നും ഇപ്പോൾ ചെയ്യാനായിട്ടില്ല. ബാക്കിയെല്ലാം നമ്മുടെ പരീക്ഷയുടെ, പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ നിലവിൽ ഈ ഡേറ്റ് ഷീറ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നാണ് ഡേറ്റുകൾ അവസാനിക്കുന്നത്, നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ എക്സാമുകൾ ഏതൊക്കെ ദിവസങ്ങളാണ് ഇവിടെ നടത്തപ്പെടുന്നത്, ഇതൊക്കെ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിനുശേഷം ഹോൾ ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു വിവരം നമ്മൾ ഷെയർ ചെയ്ത് തരും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളായിട്ട് ഇവിടുന്ന് പറഞ്ഞു തരാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ നിർദ്ദേശപ്രകാരം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ പരീക്ഷാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. പരീക്ഷാ കേന്ദ്രമൊക്കെ കിട്ടിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് അതിൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡേറ്റ് ഷീറ്റ് വന്നെന്ന് പറഞ്ഞു ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വർക്കുകളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു പോകും. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അസൈൻമെൻറ്റ് ചെയ്യേണ്ട സമയമാണ് അല്ലേ, പഠിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഉള്ള കുട്ടികൾക്ക് റെക്കോർഡ് ബുക്കുകൾ എഴുതേണ്ട സമയമാണ്, PCP ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ട സമയമാണ്. ഇതൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോവുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതിനനുസരിച്ച് നിങ്ങൾ പോവുക കേട്ടോ. അല്ലാതെ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. ഡേറ്റ് ഷീറ്റ് വന്നു, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സ്റ്റെപ്പ് വൈസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അതുവരെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിർത്തുന്നു. NSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.